വൈകുന്നേരം ആയപ്പോൾ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന ഹോട്ടലിലേക്ക് ഒന്ന് പോയതാണ്. ശംഖുമുഖത്തുള്ള ഉദയ സ്യൂട്ട്സിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇവന്മാരെ നടത്തം കണ്ടാൽ ആരെയോ തല്ലാൻ വേണ്ടി പോകാന്ന് വിചാരിക്കും. ഹോട്ടലിന്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ ആംബിയൻസിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണും കല്യാണ ചെക്കനും. നമ്മൾ പിന്നെ അധികം വെയിറ്റ് ചെയ്യാതെ നമ്മൾ വന്ന പരിപാടിയിലേക്ക് അങ്ങോട്ട് പോയി. സ്റ്റാർട്ടറായിട്ട് ഒരു ഇഡ്ഡലി വെച്ചൊരു ഐറ്റമാണ് നമ്മൾ എടുത്തത്. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. അടുത്തത് പിന്നെ ഒരു ചെറിയ പൊറാട്ടയും കുറച്ച് വെജ് കറിയുമാണ് എടുത്തത്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറച്ചെണ്ണം നേരെ പോയിട്ട് ഇതാ ബിരിയാണിയാണ് എടുത്തുകൊണ്ട് വന്നത്. നല്ല 5 കോഴ്സ് ഡിന്നർ ബുഫറ്റ് ഇവിടെ വെച്ചിട്ട് നേരെ പോയിട്ട് ബിരിയാണിയാണ് ഇവന്മാർ എടുത്തത്. ഞാൻ എന്തായാലും ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്ത് വരികയാണ്. അടുത്തത് ഞാൻ എടുത്തത് നല്ല അപ്പവും മീൻ കറിയും ആയിരുന്നു. സ്റ്റാർട്ടറിൽ ചെറിയ പാളിച്ച പറ്റിയതല്ലാതെ ബാക്കി ഫുഡൊക്കെ കിടിലൻ ഐറ്റം തന്നെയാണ്. റൈസ് ഐറ്റംസ് ആയിട്ട് കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് പുലാവും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് അതും കഴിച്ചു കഴിഞ്ഞപ്പോൾ മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് എടുത്തത്. ബിരിയാണിക്ക് പ്രത്യേകിച്ച് മാർക്കിടാനൊന്നും നിന്നില്ല. നമ്മൾ പിന്നെ ബിരിയാണിന്റെ നാട്ടിൽ നിന്നാണല്ലോ അങ്ങോട്ട് വരുന്നത്. ഇവന്മാർ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഉള്ള ഡെസേർട്ട് മൊത്തം വാരി കഴിക്കുന്നുണ്ട് ഇവന്മാര്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അവസാനം കുറച്ച് ഫ്രൂട്ട് സലാഡും കൂടെ കഴിച്ചിട്ട് ഞാനിവിടെ പരിപാടി അവസാനിപ്പിച്ചു. മച്ചാമാരെല്ലാം അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തെറിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാമ്പ് എരവിണിങ്ങമാർ ഇതാ ഒരുത്തരത ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവന്റെ വയറ് പൊട്ടിപ്പോ പുറത്തേക്ക് വരുന്ന തോന്നുന്നു. അതിറ്റാ തീറ്റി ഇവിടുന്ന് തിന്നിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തിനോട് ബായ് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഐഫോണിന്റെ രാജാവിനെ കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആളെ മനസ്സിലായതുകൊണ്ടെങ്കിലും കമന്റിൽ പറയട്ടോ. അപ്പൊ ശരിയെന്നാ.